ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജുപോസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നാളെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. സോഷ്യോളജിയാണ്. ഇപ്പോൾ +2 സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കുന്ന ആദ്യം 1-2 ചാപ്റ്ററുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിലെ ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ 2 ചാപ്റ്ററിലെ മാർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം ഷുവറായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. സെൽഫ് റിഫ്ലക്സിവിറ്റി എന്താണ് എന്നുള്ളത്, ആത്മപ്രതിഫലനം എന്താണ്, അല്ലേ? അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് സമൂഹശാസ്ത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, അല്ലേ? പുറമെ നിന്നുകൊണ്ട് സ്വയം വീക്ഷിക്കാനും അത് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത്. 2 മാർക്കിന് ഈ ചോദ്യം വരും. ദെൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ഇതും ഒരു 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് ചോദിക്കാം. സാമൂഹിക സങ്കല്പം. ആൻസർ ഞാൻ എല്ലാം ഇവിടെ പറയുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അറിയാലോ എന്താണെന്ന്, നിങ്ങൾ പഠിച്ചതാണ്. ഇത് മാത്രം സെലക്ട് ചെയ്ത് പുസ്തകത്തിൽ നോക്കിയിട്ടൊന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ സമൂഹശാസ്ത്രപരമായ ഭാവനയാണ്. ഈ ഒരു ആശയം ആരുടേതാണ് എന്ന് 1 മാർക്കിന് വരാം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആശയം, ഈ കൺസെപ്റ്റ് ആരുടേതാണ്? സി റൈറ്റ് മിൽ. എന്താണ് ആ കൺസെപ്റ്റ് എന്നും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ മുന്നറിവിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചോദിക്കാം. പ്രീവിയസ് നോളേജിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, ദോഷങ്ങൾ എന്തൊക്കെ, 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ദെൻ സാമൂഹിക ഭൂപടം, സോഷ്യൽ മാപ്പ്. എന്താണ് സോഷ്യൽ മാപ്പ് എന്ന് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. സോഷ്യൽ മാപ്പ് എന്താണെന്നും ഒന്ന് പഠിച്ചു വെക്കുക. ഇത്രയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇനി ചാപ്റ്റർ 2 പോകാം. ചാപ്റ്റർ 2 നിന്ന് ഫോർമൽ ഡെമോഗ്രഫി പ്ലസ് സോഷ്യൽ ഡെമോഗ്രഫി. ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്ന് വെവ്വേറെയായിട്ട് ചോദിക്കാം. 3 മാർക്കിന് സാധ്യതയുള്ള ചോദ്യമാണ്. ദെൻ ഡെമോഗ്രഫി. എന്താണ് ഡെമോഗ്രഫി? ഡെമോഗ്രഫി എന്ന പദം എങ്ങനെ ഉണ്ടായി എന്ന് 1 മാർക്കിന് ചോദിക്കാം. ഡെമോഗ്രഫി, അല്ലേ, ജനസംഖ്യ ശാസ്ത്രമാണ്. അപ്പം ഇത് ഡെമോസ് പ്ലസ് ഗ്രാഫി എന്ന 2 വേർഡ്സ് കൂടി ചേർന്നതാണ് ഡെമോഗ്രഫി, അല്ലേ? 1 മാർക്കിന് ചോദിക്കും. അതൊന്ന് ഏത് രീതിയിലും ചോദിക്കാം. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കുന്നതിനനുസരിച്ച് ആൻസർ ചെയ്യാവുന്നതാണ്. ദെൻ ലോകത്തിലെ ആദ്യ ശാസ്ത്രീയ സെൻസസ് നടന്നത് എവിടെയാണ് എന്നാണ്. 1790 ആദ്യത്തെ ശാസ്ത്രീയ സെൻസസ് നടന്നത്. അമേരിക്കയിലാണ് നടന്നത്. ഓക്കെ, 1790. ഇനി മാൽത്തൂസിൻ്റെ സിദ്ധാന്തം എന്താണ്? മാൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ. അത് എസ്സേ ഷുവറായിട്ട് ചോദിക്കാം, 6 മാർക്കിന് ചോദിക്കാം. അതിൻ്റെ വിമർശനങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അല്ലെങ്കിൽ ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം, അങ്ങനെയും ചോദിക്കാം കേട്ടോ. ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം 6 മാർക്കിനായിട്ട് അങ്ങനെയും ചോദിക്കാം. ദെൻ ആശ്രിത അനുപാതം എന്താണ്? ഒരു ആശ്രിത അനുപാതം 2 മാർക്ക് ചോദ്യമാണ്. ദെൻ മറ്റൊന്ന് ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം, ശിശു ലിംഗ അനുപാതം. ഇതൊക്കെ അതിൻ്റെ ആ അനുപാതം, അതിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ എത്രയാണ് എന്നുള്ളത് ചോദിക്കാം 1 മാർക്കിന്. അതൊക്കെ നോക്കി വെക്കുക. പ്രസൻറ്റ് ഡാറ്റാസൊക്കെ നോക്കുക. ദെൻ സ്ത്രീ പുരുഷ അനുപാതം കുറയാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ശിശുലിംഗ അനുപാതം കുറയാനുള്ള കാരണങ്ങൾ. ഇത് 3 മാർക്കിന് വരാം. ഓക്കെ, ദെൻ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്താണ്? 3 മാർക്ക് ചോദ്യമാണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് 3 മാർക്കിന് ചോദിക്കുക. അതൊക്കെ പുസ്തകത്തിലുണ്ട്. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് പോയി നോക്കുക. അത് മാത്രം വേഗം പഠിക്കുക, ഇതുവരെ ഇനി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ. ഓക്കെ, ദെൻ ഗ്രാമ നഗര കുടിയേറ്റത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒരു 4 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ഗ്രാമനഗര കുടിയേറ്റത്തിനുള്ള കാരണങ്ങൾ. ദെൻ ജനസംഖ്യ നയം ചോദിക്കാം. ജനസംഖ്യ നയം. ഓക്കെ, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ 1-2 ചാപ്റ്ററിൽ നിന്നായിട്ട് പഠിച്ച് വെച്ചാൽ ഈ ചാപ്റ്ററിൽ 90% മാർക്കും നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഷുവറായിട്ടും വരാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.